ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷീവേഴ്സ് വേൾഡ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ദമാം ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പെന്ന് പറഞ്ഞാൽ ടൂറൊന്നും അല്ല കേട്ടോ. ഈ നോമ്പും നോറ്റ് ടൂറൊന്നും പോകുന്ന മൂടല്ലല്ലോ. അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. ഞങ്ങളെ വിസ 3 ആളുടെയും പുതുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദമാമക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, വിസ പുതുക്കുന്ന വീഡിയോ. അപ്പോൾ അതൊക്കെ ഞാൻ പോയി അപ്പോൾ തന്നെ തിരിച്ചു പോരുന്ന അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളൊന്ന് 1 ഡേ അവിടെ സ്റ്റേ ചെയ്തിട്ട് പുതുക്കി ഒക്കെ സാവധാനം പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഓൺലൈനിലായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏതായാലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി ഞങ്ങൾ പുതിയ കാർ എടുത്തിട്ട് ഇതുവരെ ലോങ് ട്രിപ്പ് റെൻകാക്ക് പോയിട്ടില്ല. അപ്പോൾ ഒരു ലോങ് ട്രിപ്പും കൂടി പോയി നോക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ബ്രദർ അവനും ദമാമിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരുപാട് മരുഭൂമികൾ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു ഡെസേർട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഡെസേർട്ട് കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ റിലീസായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ പുതിയ മൂവി ആടുജീവിതം എന്ന ആ ഒരു സിനിമയാണ് അല്ലേ. ആ ഒരു ഡെസേർട്ട് മരുഭൂമിയിലെ ആ ഒരു ജീവിതം കാണിക്കുന്ന ആ ഒരു സിനിമയാണ് ഇപ്പോൾ ആർക്കും ആ ഒരു മരുഭൂമി കണ്ടാൽ ഫസ്റ്റ് ഓർമ്മ വരുന്നുണ്ടാവുക. ഞാനും ഈ ഒരു മരുഭൂമിക്ക് ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് ഫസ്റ്റ് ചിന്തിച്ചത് ആ ഒരു നജീബ് ഖാൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു മരുഭൂമിയിൽ കുടുങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. ഞങ്ങൾ തേഴ്സ്ഡേ ഒരു 3 മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. കാരണം വെള്ളിയാഴ്ച ഫ്രൈഡേ റെൻകാക്ക് ലീവാണല്ലോ. അപ്പം അങ്ങനെ നോക്കിയിട്ട് തേഴ്സ്ഡേ പോകുന്നതാണ്. അപ്പോൾ റെൻകാക്ക് ഒരു ഉച്ച വരെ 12:30 വരെ ഉള്ളൂ ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിലെത്തി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 3 മണിയായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ റിയാദിൽ നിന്ന് ദമാമിലോട്ട് ഒരു 4 hours ടൈം എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുമ്പോഴേക്കും അവിടെ എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ കയ്യിൽ നോമ്പ് തുറക്കാനായിട്ടുള്ള കാരക്കയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിയാദിൽ നിന്ന് അങ്ങ് വിട്ടാൽ പിന്നെ ഫുള്ള് ഡെസേർട്ടും കാര്യങ്ങളൊക്കെയാണ്, ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് പെട്രോൾ പമ്പ് ഉണ്ടാവും, അവിടെ കുറേ ഷോപ്സും അതുപോലെ പള്ളിയൊക്കെ, നമസ്കാരത്തിനുള്ള പള്ളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറേ ലോങ് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറക്കാനായിട്ടുള്ള ഫ്രൂട്ട്സും ഡേറ്റ്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൈം നോക്കിയിട്ട് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ പോവാണ്. ഫുഡ് എന്തായാലും ബ്രദർ അവിടെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ചെറിയ ഒരു സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. മക്കൾസൊക്കെ മാമനെ കാണാനുള്ള ത്രില്ലിലാണ് കേട്ടോ യാത്ര പോകുന്നത്. അപ്പോൾ ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ബ്രദർ ഒന്ന് ഫോൺ ചെയ്തത്. അവന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൻ്റെ സൈറ്റിൽ ഒരാൾക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അവന് സേഫ്റ്റി എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അവന് പോകൽ നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തേഴ്സ്ഡേ നൈറ്റിൽ വരാൻ പറ്റൂല, ഇൻഷാ അല്ലാഹ് ഫ്രൈഡേ വരാൻ നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ആനി അത് കേട്ട ഉടനെ തന്നെ അവൻ്റെ പോരാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി. ഞാനും അതുപോലെ അവനെ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകുന്നത് തന്നെയാണ്. അതും പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആ ഒരു ട്രിപ്പിൻ്റെ മൂഡ് പോയിട്ടാ. പിന്നെ ഫ്രൈഡേ എത്താമെന്ന് പറഞ്ഞപ്പോൾ അതൊരാശ്വാസമായി. പിന്നെ മക്കൾ അവിടെ റൂം എടുക്കും, സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ പോന്നു.
അങ്ങനെ ഞങ്ങളിപ്പോൾ ദമാമിലെത്തിയിട്ടുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ദമാമിലെത്തുമ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. റൂമിലെത്തിയിട്ട് ബാഗൊക്കെ റൂമിൽ വെച്ച് തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഫുഡ് കഴിച്ചിട്ട് വേണം ബഹ്റൈനിലോട്ട് പുതുക്കാനായിട്ട് പോകാനും. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ബഹ്റൈനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്രാവശ്യം അവൻ്റെ കൂടെയല്ല, വേറെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്, അവരുടെ കൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് ഈ ഒരു ഹോട്ടലിലെ റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം.
അങ്ങനെ റൂമൊക്കെ കണ്ട് ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ച് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ലാസിക് റെസ്റ്റോറൻറ്റ് ഉണ്ട്, മലയാളി റെസ്റ്റോറൻ്റാണ്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ ബഹ്റൈനിലോട്ട് പോയി. ബഹ്റൈനിലോട്ട് പോകുന്ന വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വീഡിയോ ഇട്ടതാണ്, അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വീഡിയോ ആണ്. അമ്മ അപ്പോഴേക്കും ഉറക്കത്തിലായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി താറാവ് നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തൊന്നും പോയിട്ടില്ല, വേഗം കിടന്നൊക്കെയാണ്. കാരണം ഇങ്ങനെ ലോങ് യാത്ര ചെയ്യുമ്പോൾ റെൻകാക്ക് വേഗം ഉറക്കം വരും, കാരണം അങ്ങനെ ലോങ്ങൊന്നും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും എന്ന് വിചാരിച്ചിട്ട് പിന്നെ എങ്ങും പോയില്ല, എല്ലാവരും കിടന്നു. എൻ്റെ ബ്രദർ വരികയാണ് എന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ മക്കളെയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോയതൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ സുബൈക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കോഫി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റെൻകാക്ക് ബ്ലാക്ക് കോഫി മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ രണ്ടാക്കും കോഫി ഉണ്ടാക്കി ചെറിയൊരു സ്നാക്സൊക്കെ ഒന്ന് കഴിച്ച് നോമ്പെടുക്കാനായിട്ട് എണീറ്റതാണ്. അങ്ങനെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ബ്രദർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട പാടെ തന്നെ അമ്നു ആനയും റൂമിൽ നിന്ന് അവനെയും തിരഞ്ഞു ഓടുകയാണ് കേട്ടോ. എന്താ പണി ഇതില്? എന്താ പണി? ഉറങ്ങി ആനി കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അവൻ എന്തോ ഒരു ഗെയിം എന്തോ വാങ്ങിയിട്ടുണ്ട് അവന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനും വേണ്ടിയാണ് ബ്രദറിനെ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുന്നത്. അമ്മ പിന്നെ മാമൻ വന്നിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാനും ഇപ്പോൾ ബ്രദറിനെ കണ്ടിട്ട് ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാനെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഉംറയ്ക്ക് പോയ ആ ഒരു ടൈമിലാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കാണുന്ന ആ ഒരു കൂടിക്കാഴ്ചയും കൂടിയാണ്. വന്ന ഉടനെ തന്നെ ആനി അവന് കിട്ടിയിട്ടുള്ള ആ ഒരു ഗെയിമും വെച്ച് അങ്ങനെ കളിക്കുകയാണ്. ഇതിനും വേണ്ടിയിട്ടാണ് ഇത്രയും നേരം അവന് മാമൻ എന്താ വരാത്തതെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അങ്ങനെ റെൻകാക്കയും എൻ്റെ ബ്രദറും കൂടി പള്ളിയിൽ പോയി. പള്ളീൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്കും മക്കൾക്കൊക്കെ ഒന്ന് കോഫിയൊക്കെ ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞെല്ലാം ഒന്ന് പോകാനുള്ള റെഡി ആവണമല്ലോ. ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ റൂമിലെത്തിയാൽ പിറ്റേ ദിവസം റെൻകാക്ക് ഡ്യൂട്ടിയിലാണല്ലോ. അപ്പം അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടെല്ലാം റെഡിയാക്കാണ്. അങ്ങനെ വന്നപ്പോൾ തുടങ്ങിയ പറച്ചിലാണ് അമ്മു സ്വിമ്മിംഗ് പൂൾ പോവാന്നുള്ളത്. അപ്പോൾ മാമനെയും കാത്ത് നിൽക്കുകയായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. ഈ ഹോട്ടലിൽ തന്നെയുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അങ്ങനെ അവർ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് വയനാട് റിസോർട്ടിൽ പോയി നിന്ന സമയത്ത് സ്വിമ്മിംഗ് പൂൾ കളിച്ച മുതലാണ് അമ്നുവിന് ഇത്ര
അത്രക്ക് സ്വിമ്മിംഗ് പൂള് പോകണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത് കേട്ടോ. അപ്പോൾ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് വിറയലും തുടങ്ങും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള റെഡി ആവലാണ്. എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി പോകാനായിട്ട് നിൽക്കുകയാണ്. റൂം ഇപ്പോൾ ഇന്ന് ഒരു രാത്രി 7 മണി വരെ ടൈമുണ്ട് വെക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ പോവാണ് കേട്ടോ. ബ്രദർ ഒരുപാട് നേരമൊന്നും നിന്നില്ല, ആകെ കുറച്ച് നേരം മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറിന് വന്നതാണ്. ഞങ്ങളെ കാണാനായിട്ട് മാത്രം വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്നുവിന് നല്ല സങ്കടമായിരുന്നു അവന് പോകാമെന്ന് പറഞ്ഞപ്പോൾ. അമ്നുവിന് എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടമായിരുന്നു മാമൻ പോകണ കണ്ടപ്പോൾ. കുറച്ച് നേരം വന്ന് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കരഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും ഒന്ന് മക്കളെയും കൊണ്ടൊന്ന് ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കാരണം ഞങ്ങളിവിടെ വന്ന് റൂമൊക്കെ എടുത്തപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്രദറൊക്കെ വരികയല്ലേ, അപ്പോൾ എന്തെങ്കിലും ഇവിടെയുള്ള ഒന്ന് കറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ റെൻകാക്ക അങ്ങനെ ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ലോങ് ട്രിപ്പ് വരുന്നത്. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ വണ്ടി എടുക്കുന്നതും ലൈസൻസ് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ലോങ് ആയിട്ട് വന്നപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നൈറ്റിൽ പിന്നെ എങ്ങോട്ടേക്കും പോവാതെ ഉറങ്ങാനായിട്ട് നിന്നത്. പിറ്റേ ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അല്ലാതെ അതിൻ്റെ മുമ്പ് ഞങ്ങൾ വിചാരിച്ചത് നൈറ്റിൽ ഫുള്ള് മക്കളെയും കൊണ്ടൊന്ന് ഇവിടെ കറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒന്നാമത് ബ്രദറും വന്നില്ല, പിന്നെ ഉറക്കം വരുമെന്ന് വിചാരിച്ച് പിന്നെ എങ്ങോട്ടേക്കും അങ്ങ് കറങ്ങാനൊന്നും നിന്നില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് മക്കൾക്ക് ഇവിടെ ഒന്ന് ബീച്ചിലൊന്ന് വന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ച് ബീച്ചിലോട്ട് വന്നതാണ് കേട്ടോ. നോമ്പ് നോറ്റ് നല്ല വെയിലാണ് പുറത്ത്. പക്ഷേ വെയിലുണ്ടെങ്കിലും ഈ കടപ്പുറത്തെ കാറ്റ് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് വെയിലിൻ്റെ ഒരു ചൂടും വന്നില്ല കേട്ടോ. നല്ല കാറ്റായിരുന്നു. വെയിലാണെങ്കിലും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. റിയാദിൽ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ മാളാണെങ്കിലും പാർക്കുകളാണെങ്കിലും ഒരുപാട് കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുള്ളത് തന്നെയാണ് റിയാദ്. പക്ഷേ അവിടെ ഒന്നും മാത്രമില്ല, കടലും കടപ്പുറം ബീച്ചും ഒന്നും ഇല്ലാത്ത നല്ലൊരു കുറവ് തന്നെയാണ് കേട്ടോ റിയാദിൽ. കാരണം ബീച്ച് എന്ന് പറയുന്നത്, ബീച്ചിൽ നമ്മൾ വേറെ എവിടെ പോയിരുന്നാലും ബീച്ചിൽ വരുന്ന ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് തന്നെ വരണം. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഞാൻ അൽക്കോബാറിൽ വന്ന സമയത്ത് ഇതിന് മുമ്പും ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കോർണിഷ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്.
അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് മക്കളൊക്കെ കുറച്ച് നേരം കളിച്ച് തിരിച്ച് റിയാദിലോട്ട് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങണമല്ലോ. എന്തായാലും റിയാദിലെത്തുമ്പോഴേക്കും ബാങ്കൊക്കെ നോമ്പ് തുറന്ന് ഒരു 9 മണിയൊക്കെ ആവും എന്തായാലും റിയാദിലെത്തുമ്പോഴേക്കും. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് റെൻകാക്ക ബഗാലയിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ബാങ്ക് കൊടുക്കാൻ നേരത്ത് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടുന്ന് നിർത്തി. ബാങ്ക് കേട്ടപ്പോൾ നോമ്പൊക്കെ ഒന്ന് തുറന്ന് ഇവിടുന്ന് നിന്ന് നമസ്കരിച്ചിട്ടാണ് പിന്നെയും യാത്ര പുറപ്പെട്ടത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഡെസേർട്ടിൽ നിർത്തി നോമ്പ് തുറക്കുന്നതും ഫുഡ് കഴിക്കുന്നതും നമസ്കരിക്കുന്നതും ഒക്കെ എൻ്റെ ഇതിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ വിസ റിന്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അൽക്കോബാർ അല്ലെങ്കിൽ ദമാം ട്രിപ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബഹ്റൈനിൽ പോയി വിസ പുതുക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിനും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.